കനിവില്ലടയാൽ കാമൻ പരമേയുന്നു പത്മനാഭനിന്നെങ്കിൽ കനിവില്ലടയാൽ കാമൻ പനിമതി മുഖി ബാലേ മനസി ദുസ്സഹമയോ മരണ കദനം മനസി ദുസ്സഹമയോ മരണ കദനം എന്തു മദിരാക്ഷി ഞാൻ ചെയ്യാവൂ എന്തു മദിരാക്ഷി ഞാൻ ചെയ്യാവൂ ലോകവാസികൾക്കെല്ലാം ലോഭനീയനാമിന്ദു ശോകമേനിക്കു മാത്രം സുമുഖി തരുന്നതെന്തു ശോകമേനിക്കു മാത്രം സുമുഖി തരുന്നതെന്തു ഏകാന്തത്തിൽ എന്നോടു സാകം ചെയ്ത ലീലകൾ ഏകാന്തത്തിൽ എന്നോടു സാകം ചെയ്ത ലീലകൾ ആകവേ മമകാന്തൻ ആശുഭത മറന്നു 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 പനിമതി മുഖി ബാലേ പത്മനാഭനിന്നെങ്കിൽ കനിവില്ലടയാൽ കാമൻ പരമേയുന്നു പനിമതി മുഖി ബാലേ ബാലേ. നമസ്കാരം. എൻ്റെ പേര് മാധവ പട്ടേരി, ആലമ്പാടിയില്ലം. പാരമ്പര്യമായിട്ട് താന്ത്രിക അവകാശമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ നീലേശ്വരം മടിക്കൈ ഗ്രാമത്തിൽപ്പെടുന്ന ഒരു തറവാടാണ് ആലമ്പാടിയില്ലം. കേരളത്തിലും കർണാടകയിലുമായിട്ട് കുറേ ക്ഷേത്രങ്ങളിൽ പാരമ്പര്യമായിട്ടുള്ള താന്ത്രിക അവകാശമുള്ള ഒരു ഫാമിലിയാണിത്.
ഇതിന് ഏകദേശം ഈ തറവാടിന് ഏകദേശം ഒരു 100 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട്. ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള എല്ലാവരും ഈ ഒരു താന്ത്രിക മേഖലയിലും ഇവിടെ വന്നവരാണ്. അതിൻ്റെ മേഖലയിൽ എത്തിപ്പെടാൻ സാധിച്ചത് ഒരു ഭാഗ്യം. നമ്മുടെ ഗ്രാമദേവതയായിട്ട് മടിക്കൈ ഗ്രാമത്തിൻ്റെ അധിപനായിട്ടുള്ള മഹാവിഷ്ണു കൂടി ക്ഷേത്രം ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഇതിൽ ഈ അധീനയിൽപ്പെടുന്ന ഇതാണ് ഇതിൽ. പിന്നെ എല്ലാ വർഷവും ഇവിടെ കളിയാട്ടം തെയ്യം വൃശ്ചിക മാസത്തിൽ 16-ാം തീയതി തുടങ്ങി 17 വരെ നിൽക്കും. പിന്നെ അത് വർഷത്തിൻ്റെ വാർഷികമായിട്ട് ഇല്ലത്ത് പിന്നെ ചതുർത്ഥി, വിനായക ചതുർത്ഥി, ഷഷ്ഠി, കാർത്തിക, അങ്ങനെയെല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങൾ, ശിവരാത്രി എല്ലാം വിശേഷാൽ പൂജകളും കാര്യങ്ങളും എല്ലാം നടത്താറുണ്ട്. ഞങ്ങൾ പൂർവികമായി കർണാടകയിൽ നിന്നും ഇവിടെ വന്നവരാണ്. ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങളിവിടെ വന്നവരാണ്. വന്നിട്ട് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ആരാധന നടത്തുകയും ചെയ്തു. ഇന്ന് ഈ ഇല്ലം കാണുന്ന രീതിയിൽ ഇപ്പോൾ ആയിട്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. 400 വർഷത്തെ പഴക്കമുണ്ട്. ആ സമയത്ത് ഓലയും പുല്ലൊക്കെ വെച്ച് കെട്ടിയതായിരുന്നു ഈ ഇല്ലം. അതിനുശേഷം ഇപ്പോൾ 100 വർഷമായി ഈ കാണുന്ന രീതിയിൽ ഓടും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനെ പുതുക്കി പണിതു. പിന്നെ ഇതിൽ ഞങ്ങൾ പൂർവികമായിട്ട് ഒരു കുടുംബമായിട്ടായിരുന്നു. അതിന് ശേഷം ഒരു വിഭജനം വന്ന ശേഷം ഞങ്ങൾ 5 പാർട്ടീഷൻ 5 സെക്ഷനായിട്ട് മാറി. 3 സെക്ഷനായിട്ടാണ് ആദ്യം മാറിയിരിക്കുന്നത്. തെക്കിനി, കൊട്ടിൽ, പടിഞ്ഞാറ്റ എന്നീ 3 സെക്ഷനിലേക്ക് മാറി. അതിൽ നിന്നും വേർതിരിച്ച് ഇപ്പോൾ 5 സെക്ഷനായിട്ട് മാറി. നിലവിൽ 10-30 പരം കുടുംബാംഗങ്ങളിൽ ഉള്ള ഒരു വലിയൊരു കുടുംബമാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളിലുള്ള സമയത്ത് ഇവിടെ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷങ്ങളും മറ്റെല്ലാം പങ്കെടുക്കും. മഴക്കാലത്ത് ഈ ഇല്ലത്തിൻ്റെ ചുറ്റിലും നിറച്ചും വെള്ളമായിരിക്കും. പുറത്തേക്കൊന്നും അധികം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അതിന് ക്ഷേത്രത്തിലേക്ക് പൂജയുടെ ആവശ്യത്തിനായാലും മറ്റ് നമ്മുടെ കുടുംബത്തിൽ പെട്ട എന്തെങ്കിലും വിശേഷത്തിന് പോകുന്നതാണെങ്കിൽ ഇവിടെ അതിന് പോകാൻ തക്കവണ്ണമുള്ള തോണി വള്ളം ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിരുന്നു പണ്ട് കാലത്തുള്ള യാത്ര ചെയ്തിരുന്നത്. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ പൂജ കഴിക്കാനായാലും എല്ലാത്തിനും അതിനായിരുന്നു പോയത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഇത് പശ്ചിമമുഖമായിട്ടാണ് ഈ തറവാട് ഇരിക്കുന്നത്. തറവാടിൻ്റെ മുന്നിലായിട്ട് ഒരു ദേവസ്ഥാനം പള്ളിയറയുണ്ട്. വിഷ്ണുമൂർത്തിയുടെ ആരാധിക്കുന്നതാണ്. എല്ലാ വർഷവും തെയ്യം നടക്കുന്ന സമയത്ത് അവിടെ നട തുറന്ന് നിവേദ്യവും മറ്റു കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ കാവുകളുണ്ട് ഒരുപാട്. കുട്ടിച്ചാത്തൻ അങ്ങനെയുള്ള ഒരുപാട് വിശേഷമായിട്ടുള്ള മന്ത്രമൂർത്തികളുടെ ആരാധിക്കുന്ന സ്ഥലമാണ്. പ്രതിഷ്ഠ, കുട്ടിച്ചാത്തൻ്റെയൊക്കെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. അതേപോലെ നാഗദൈവങ്ങൾ, രക്തേശ്വരി, ഗുളിക, ചാമുണ്ടി, ഇങ്ങനെയുള്ള വിവിധ തരം ദൈവങ്ങളുടെ കാവുകൾ ഇവിടെയുണ്ട്. എല്ലാം കൂടി നല്ലൊരു പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്.